ഓരോ ദിവസവും ശബരിമലയിൽ കുന്നുകൂടുന്നത് ടൺ കണക്കിനായ മാലിന്യമാണ്. ഈ മാലിന്യം അത്രയും സംസ്കരിക്കുന്നത് എവിടെയാണെന്ന സംശയം പലർക്കും ഉണ്ടാകാം. ശബരിമലയിലെ മാലിന്യ സംസ്കരണം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും സ്ഥാപിച്ചിട്ടുള്ള കുപ്പത്തൊട്ടികളിൽ നിറയുന്ന ഈ മാലിന്യങ്ങൾ ജില്ലാ ഭരണകൂടം നിയോഗിച്ചിട്ടുള്ള വിശുദ്ധിസേന 5 ട്രാക്ടറുകളിലായി ശേഖരിക്കും. മരക്കൂട്ടം മുതലുള്ള മാലിന്യം അത്രയും ശേഖരിച്ച ട്രാക്ടറുകൾ നേരെ പാണ്ടിത്താവളത്തിലേക്ക്. ഒരു ദിവസം 30 തവണയാണ് ഇങ്ങനെ മാലിന്യ ശേഖരണം. ഇവിടെ മാലിന്യ പ്ലാന്റിലെത്തിച്ച് വേർതിരിച്ചു കഴിഞ്ഞാൽ ജൈവ മാലിന്യങ്ങൾ തുമ്പൂർ മൂഴി കമ്പോസ്റ്റിലേക്കും അജൈവ മാലിന്യങ്ങൾ ഇൻസിനറേറ്ററിലേക്കും. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന 3 ഇൻസിനറേറ്ററുകളുണ്ട്. ഒന്നിൽ 300 കിലോ മാലിന്യം 1 മണിക്കൂറിൽ സംസ്കരിക്കുമ്പോൾ മറ്റ് 2 ഇൻസിനറേറ്ററുകളിൽ 200 കിലോ വീതം ഒരേ സമയം കത്തിക്കാം. ഇരുമുടിക്കെട്ടിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് സംസ്കരണത്തിന് വലിയ വെല്ലുവിളിയെന്ന് 21 വർഷമായി പ്ലാന്റിന്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ജീവനക്കാരനായ അനൂപ് കൃഷ്ണ. ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാളികപ്പുറത്തൊന്നും വെള്ള നിവേദ്യത്തിൽ നിന്നും വരുന്ന പ്ലാസ്റ്റിക് ഉള്ള സാധനങ്ങളാണ് ഏറ്റവും കൂടുതൽ. അതാണ് നമുക്ക് സംസ്കരിക്കാൻ ഭയങ്കര നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങൾ. ഇരുമുടി കെട്ടി കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് അവില് മലര് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടുതൽ പ്ലാസ്റ്റിക്കിലാണ് കൊണ്ടുവരുന്നത്. അത് സെഗ്രിഗേറ്റ് ചെയ്ത് മാറ്റുക, അത് എരിച്ചു കളയുക, അത് നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. തിരുവനന്തപുരം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ദേവ്ടെക് ആണ് പ്ലാന്റിന്റെ ഓപ്പറേഷനും മെയിന്റനൻസും. നിയന്ത്രണം ദേവസ്വം ബോർഡിന് കീഴിലുള്ള എൻവയോൺമെന്റൽ സബ് ഡിവിഷൻ.